إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا فرغت فانصب وإلى ربك فارغب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് വിശുദ്ധരായി ജീവിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും തഖ്വ കൊണ്ട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ പ്രായം ചെന്നവരെ അഥവാ നമ്മിലെ മുതിർന്നവരെ, പ്രത്യേകിച്ച് വയോജനങ്ങളെ പരിഗണിക്കേണ്ടതിൻ്റെയും അതുവഴി അവർക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മയും ബഹുമാനവും കരുതലും കാരുണ്യവും അവരോടുള്ള അനുതാപവും അനുകമ്പയുമെല്ലാം നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ ധന്യതക്ക്, അതിൻ്റെ പൂർണ്ണതക്ക് അനിവാര്യമാണ് എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു സംസാരിച്ചതും നടത്തിയിട്ടുള്ളതും. അതിലേക്ക് വെളിച്ചം നൽകുന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ, ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായം ചെന്നവരെ പ്രത്യേകം പരിഗണിച്ചു. മതവിഷയങ്ങളിൽ, മതവിധിവിലക്കുകളിൽ, അനുഷ്ഠാന കർമ്മങ്ങളിൽ പ്രായം ചെന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് കൂടുതൽ ആയത്തുകൾ പാരായണം ചെയ്ത് പ്രയാസപ്പെടുത്തരുത് എന്ന് പ്രവാചകൻ അറിയിച്ചതും, അതേപോലെ തന്നെ നോമ്പടക്കമുള്ള അനുഷ്ഠാന കർമ്മങ്ങളിൽ പ്രായം ചെന്ന ആളുകൾക്ക് പ്രത്യേകമായ ഇളവുകൾ നൽകിയതുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ചെറുപ്പക്കാർ അവരുടെ യൗവന സമയത്ത് അവർ കാണുന്ന, കേൾക്കുന്ന, സഹവസിക്കുന്ന, സംസാരിക്കുന്ന തൻ്റെ ചുറ്റുവട്ടങ്ങളിൽ കുടുംബത്തിനകത്തോ പുറത്തോ ഒക്കെയുള്ള പ്രായം ചെന്ന ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ അവരെ റെസ്പെക്റ്റ് ചെയ്ത് പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ചെറുപ്പക്കാർ അവർ പ്രായമാകുമ്പോൾ അവരെയും പരിഗണിക്കാനും ആദരിക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും പടച്ചറബ് പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്തുമെന്ന ഹദീസും നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് പ്രായം ചെന്ന ആളുകൾക്ക് അഥവാ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നവരോടും വാർദ്ധക്യത്തിലേക്ക് എത്തിയവരോടും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു ശാപമായി കണക്കാക്കുന്ന ആളുകളുണ്ട്.
എന്നാൽ വാർദ്ധക്യത്തെ അനുഗ്രഹമായും സാധ്യതയായും കാണാനും ഉപയോഗപ്പെടുത്തുവാനും വയോജന പ്രായത്തിലേക്ക് പ്രവേശിച്ച ആളുകളുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഒരു അമവി ഭരണാധികാരി, അദ്ദേഹം ഒരിക്കലെ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രായം ചെന്ന ഒരു മനുഷ്യനെ അവിടെ കാണുന്നു. ചോദിക്കുകയാണ്, പ്രായമെത്തി അതുഹിബ്ബുൽ മൗത, താങ്കൾ മരണത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ? മരണത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ? മരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയോ? അല്ലെങ്കിൽ മരിച്ചു പോകണ്ടേ എന്നുള്ള രൂപത്തിലൊക്കെ ഒരു സംസാരം നടത്തിയപ്പോൾ അദ്ദേഹം തിരിച്ചു പറയാണ്, ആയിട്ടില്ല, കുറച്ചു കാലം കൂടി ജീവിക്കണം എന്നുണ്ട് എന്ന്. എന്തേ അങ്ങനെ പ്രതികരിക്കാനുള്ള കാരണം? ദഹബ ശബാബു വശർറുഹു, യൗവനം വന്നു, അത് പോയി. യൗവനത്തിൽ വേണ്ട വിധത്തിലൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിർവഹിക്കാനുള്ളത് നിർവഹിക്കാൻ പറ്റാത്ത അശ്രദ്ധയുടെ കാലമായിരുന്നു. ജാഅൽ കിബ്റു വഖൈറു, പ്രായാധിക്യവും പക്വതവും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് പടച്ചറബിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇരിക്കുമ്പോൾ അൽഹംദുലില്ലാ, കിടക്കുമ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടൊക്കെ ഇബാദത്ത് ചെയ്യാനും യഥാസമയത്ത് നിർവഹിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും ഒക്കെ നിർവഹിക്കുവാനും പറ്റുന്നൊരവസ്ഥ എത്തിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി അങ്ങ് നീട്ടിക്കിട്ടിയാൽ ഹൈറായിരുന്നു, പെട്ടെന്ന് മരിച്ചു പിരിയുന്നതിനേക്കാൾ ഉചിതം അതാണ് എന്ന് ഭരണാധികാരിയോട് ആ പ്രായം ചെന്ന മനുഷ്യൻ പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലമാകുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 94-ാം അധ്യായം സൂറത്തു ഷറഹിലെ 7-8 സൂക്തങ്ങളാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഒരു വിശ്വാസിയുടെ നിലപാട് തന്നെ പ്രായഭേദമന്യേ ഓരോ കാര്യങ്ങളും കഴിയുമ്പോൾ അടുത്ത കാര്യത്തെക്കുറിച്ച് ആസൂത്രണം നടത്തണം. നന്മയെക്കുറിച്ച് ഇനി എന്താണ് അടുത്തത് ചെയ്യുവാനുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകണം, കാൽക്കുലേഷൻ ഉണ്ടാകണം. അല്ലാഹു പറയാ, ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ, ഫ്രീ ആയി കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നീ പ്രവേശിക്കണം, അഥവാ അധ്വാനിക്കണം എന്ന് പറയാ. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് എന്നാണ്. ശൈശവം കഴിഞ്ഞ്, ബാല്യം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ്, യൗവനത്തിലേക്കെത്തി, മധ്യവയസ്കതയിലേക്കെത്തി, പിന്നെ പ്രായത്തിലേക്ക് അങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇനി ഫ്രീ ആകാം, ജോലിയിൽ നിന്നൊക്കെ ഒഫീഷ്യലായി റിട്ടയർ ആയി എന്ന നിലക്ക് ഒരലസമാക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഒരു വിശ്വാസിയുടെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് മരണമാണ്. മരണമായിരിക്കണം നമ്മുടെ വിശ്രമം. വഇലാ റബ്ബിക ഫർഗബ്, നിന്റെ രക്ഷിതാവിങ്കലേക്ക് തന്നെ നീ ആഗ്രഹം പ്രകടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കണം എന്ന് പറയാം. പലരും കാണുമ്പോൾ പറയും, ജരാനര ബാധിക്കുമ്പോൾ യുവാക്കളൊക്കെ നോക്കി പറയും, റിട്ടയർ ആയില്ലേ, എക്സ്പയറി ഡേറ്റ് ഒക്കെ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും പറയാതെയും ഒക്കെ നമ്മൾ പ്രായം ചെന്ന ആളുകളെ കുറിച്ച് വിചാരിക്കാറുണ്ട് എങ്കിൽ നമുക്ക് തെറ്റി. ആയുസ് ദൈർഘ്യവും ആയുസിന്റെ കണക്കുമൊക്കെ പടച്ച റബ്ബിന്റെ കയ്യിലാണ്. കുഴഞ്ഞു വീണ് മരിക്കുക, സൈലന്റ് അറ്റാക്കായി മരിക്കുക, പ്രായത്തിന്റെ ആവശ്യമൊന്നുമില്ല. പ്രായമായി എന്നതിന്റെ അടയാള ചിഹ്നങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഈ ലോകത്തോട് വിട പറയാമെന്ന് ഒരുപാട് അനുഭവങ്ങൾ നമ്മെ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആയുസ് ദൈർഘ്യം നമ്മുടെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടക്ക് അവസാന സമയത്തിലേക്ക് ആയുസ് ദൈർഘ്യം നൽകപ്പെട്ട് വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ, അഥവാ പ്രാർത്ഥനയും പ്രവർത്തനവും കൊണ്ട് പ്രായം ചെന്ന ആളുകൾ സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ അവരുടേതായ ഭാഗധേയം നിർവഹിക്കുവാനുള്ള അജണ്ടകൾ ആസൂത്രണം നടത്തേണ്ടതുണ്ട് എന്നാണ്. നിരാശയിലേക്കല്ല, നിഷ്ക്രിയത്വത്തിലേക്കല്ല, അലസതയിലേക്കല്ല വാർദ്ധക്യത്തിൽ നമ്മൾ കടക്കേണ്ടത്. മറിച്ച് ചരിത്രത്തിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്തി ശേഷിക്കുന്ന എൻ്റെ ആയുസ്സിനെ കൂടുതൽ സർഗാത്മകമാക്കി തീർക്കാൻ, സൽക്കർമ്മ നിരതമാക്കി തീർക്കാൻ, ആവുന്നത് ചെയ്തു തീർക്കാൻ ഞാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസ്, ജനങ്ങളിൽ ഉത്തമർ എന്ന് പറയുന്നത്, ജനങ്ങളിൽ മെച്ചപ്പെട്ടവരാരാണ്, ഉത്കൃഷ്ടരാരാണ്? മൻ ത്വാല ഉംറുഹു, ആരുടെ ആയുസ്സിനാണോ ദൈർഘ്യം ലഭിക്കപ്പെടുന്നത്, ദൈർഘ്യം ലഭിക്കപ്പെടുന്ന ആയുസ്സിനെ ഉപയോഗപ്പെടുത്തി വഹസുന അമലുഹു, നല്ല കർമ്മങ്ങൾ നിർവഹിക്കുക. അപ്പൊ ആയുസ്സും നീളുക, സൽക്കർമ്മങ്ങൾ നിർവഹിക്കാനും കഴിയുക, അവരാണ് ജനങ്ങളിൽ മനുഷ്യരിൽ ഉത്തമർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. ഇനി ആയുസ് നീട്ടിക്കിട്ടാനും അതുവഴി നല്ല കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനും ആഗ്രഹിക്കുന്നു എങ്കിൽ ആയുസ് ദൈർഘ്യത്തിന്റെ അനുഗ്രഹം വരുതിയിലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ മറ്റൊരു കാര്യം നമുക്ക് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഓഫർ നമ്മൾ സ്വീകരിച്ചാൽ മതി. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി,
ആരാണോ നിങ്ങളിൽ ഉപജീവനം ബറക്കത്ത് വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഇഷ്ടപ്പെടുന്നത് എങ്കിൽ, വയുൻസഅലഹു ഫീ അഥരിഹി, അവന്റെ ആയുസ്സും ആരോഗ്യത്തോടെ ആഫിയത്തുള്ള ആയുസ് ദൈർഘ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഫൽയസിൽ റഹ്മ, അവൻ അവന്റെ ബന്ധങ്ങളെ, രക്തബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, അതിന് കേടുപാടുകൾ വിള്ളലുകൾ വരുത്താതെ അതിനെ ചാർത്തി ചേർത്തുകൊണ്ട് അവൻ ജീവിക്കട്ടെ, നിലപാട് സ്വീകരിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആയുസ് ദൈർഘ്യം ആഫിയത്തോടെ ലഭിക്കാൻ അങ്ങനെ പരമാവധി സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ കരുതൽ നടത്തേണ്ടതുണ്ട്. ഇനി ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവാചകന്മാരിൽ പ്രായാധിക്യ സമയത്ത് നിരവധി ദൗത്യം നിർവഹിച്ചവരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 71 അധ്യായം സൂറത്തു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം രാപ്പകൽ ഭേദമന്യേ ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഞാൻ എൻ്റെ സമൂഹത്തെ നിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. ദഅവത്തിന്റെ മേഖലയിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരമായ നിർവഹണം. 29 അധ്യായം സൂറത്തുൽ അങ്കബൂത്തിലെ 14 ആയത്തിൽ എത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ആയുഷ് ദൈർഘ്യം? ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ, 1050 കുറവുള്ള 950 വർഷത്തോളം ജീവിച്ചു. 950 വർഷത്തോളം അദ്ദേഹം അവരിൽ ജീവിക്കുകയാണ്, ദൗത്യം നിർവഹിക്കുകയാണ്, ദഅവത്ത് നടത്തുകയാണ്. ആയുസ് ദൈർഘ്യം അന്നത്തെ കാലത്ത് കൂടുതലുണ്ട്. എന്നാലും ആയുസിന്റെ അവസാന സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അശാന്ത പരിശ്രമം നടത്തിയിരുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പ്രായമായ സമയത്താണ് മകനെയും കൂട്ടി കഅബ നിർവഹിക്കുന്നത്. ഭൂമിയിൽ ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി എടുക്കപ്പെട്ട ഭവനം. 2 അധ്യായം സൂറത്തുൽ ബഖറയിലെ 127 സൂക്തത്തിൽ വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബയുടെ അസ്ഥിഭാരം പടുത്തുയർത്തുന്ന സമയം അവർ രണ്ടുപേരും പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം നീ കബൂൽ ചെയ്യണമേ, സ്വീകരിക്കണമേ എന്ന് പറയുന്നത് പ്രായത്തിന്റെ അവസ്ഥയിലും വലിയ കർമ്മം നിർവഹിക്കുകയാണ്. അവിടെ നന്മയിൽ മകനെയും ചേർക്കുകയാണ്, നന്മയിൽ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുന്ന പ്രായം ചെന്ന പിതാവിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്താൻ. ഇനി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ചില ആളുകൾ ജീവിതത്തിലെ ചില നിഅമത്തുകൾ ലഭിക്കപ്പെടാതെ പോകുമ്പോൾ പ്രായത്തിലേക്ക് അങ്ങനെ ആകുന്നതിനനുസരിച്ച് നിരാശ കൂടിക്കൊണ്ടിരിക്കും. വേണ്ടതില്ല എന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പടച്ചറബ്ബ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രായാധിക്യത്തിലും നിരാശ ബാധിക്കാതെ പടച്ചറബിനോട് പ്രാർത്ഥിക്കുന്നു. 19 അധ്യായം സൂറത്തു മറിയമിലെ 4 ആയത്തിൽ റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി വഹനൽ അദ്മു മിന്നി, തീർച്ചയായും എൻ്റെ എല്ലുകളെ അത് ശോഷിച്ചു പോയി, ദുർബലപ്പെട്ടിരിക്കുകയാണ് അസ്ഥികൾ. വസ്തഅല റഅസു ശൈബ, എൻ്റെ മുടിക്ക് നരബാധിച്ചിരിക്കുകയാണ്, തല നരബാധിച്ചിരിക്കുകയാണ്. വലം അകും ബിദുആഇക റബ്ബി ശഖിയ, നിന്നോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഞാൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല. പ്രായാധിക്യ സമയത്തിലും ഒരു കുഞ്ഞെന്ന സൗഭാഗ്യം ലഭിക്കപ്പെടാതെ പോയപ്പോ നിരാശപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അതാണ് 19 അധ്യായം സൂറത്തു മറിയമിലെ 4 ആയത്തിൽ. അതേപോലെ തന്നെ 3 അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 36 ആയത്തിൽ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, അല്ലാഹുവേ നിന്റെ സവിധത്തിൽ നിന്ന്, നിന്റെ പക്കൽ നിന്ന് എനിക്ക് നീ ത്വയ്യിബായ, വിശിഷ്ടതയുള്ള സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നക സമീഉ ദുആ, തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ. അള്ളാഹ് അങ്ങനെയാണ്, പ്രവാചകൻ പറഞ്ഞല്ലോ, ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ, ലാ യറുദ്ദുൽ ഖലാഅ, വിധിയെ മാറ്റിവെക്കുകയില്ല, വിധി മടക്കപ്പെടുകയില്ല, ഇല്ല ദുആ, പ്രാർത്ഥന കൊണ്ടല്ലാതെ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിധി പോലും അത് മാറ്റപ്പെടുമെന്നാണ്
അതുകൊണ്ട് പടച്ചറബിനോട് പ്രാർത്ഥിക്കണം. പറഞ്ഞു വരുന്നത് പ്രവർത്തനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ജീവിതത്തെ പ്രായാധിക്യത്തിൽ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നു പ്രവാചകന്മാർ. അതേപോലെ തന്നെ സഹാബികളിൽ പ്രായം ചെന്ന സഹാബികൾ ചരിത്രത്തിൽ കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചക ജീവിതത്തിലേക്ക് ഖിദ്മത്തിന് വേണ്ടി കടന്നു വന്ന അനസ് റളിയല്ലാഹു അൻഹു 10 വർഷം പ്രവാചകന് ഖിദ്മത്ത് ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രവാചകൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. ആയുസ് ദൈർഘ്യത്തിന് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന്റെ വർധനവിന് വേണ്ടി 103 വർഷത്തോളം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചു എന്നാണ്. ആയുസ് ദൈർഘ്യം ലഭിച്ച ആയുസ് കൊണ്ട് ഒരുപാട് ഹദീസുകളെ റിപ്പോർട്ട് ചെയ്തു. ഒരുപാട് വിജ്ഞാന ദഅ്വ മേഖലകളിൽ സജീവമായി പേരമക്കളുടെ മയ്യത്ത് പോലും സംസ്കരിക്കുകയും കബറടക്കം ചെയ്യുകയും ചെയ്യുന്ന അനുഗ്രഹം വരെ പിതാമഹനായിട്ടുള്ള അനസ് റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയിട്ടുണ്ട്. വിവിധ തലമുറകളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന്. അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പ്രായാധിക്യവും കാഴ്ചയില്ലാത്ത അവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച സഹാബി. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം ഏറ്റെടുത്തു. മദീനയിലെ മസ്ജിദിൽ ബാങ്ക് കൊടുക്കുകയും ഇമാം നിൽക്കുകയും ചെയ്തിരുന്നു. പ്രവാചകന്റെ പ്രതിനിധിയായി ഭരണകാര്യങ്ങളിൽ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തു. ഖാദിസിയ യുദ്ധത്തിൽ അവസാനം ഷഹീദായി അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം. അതേപോലെ അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രായം 80-90 എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ സമയത്ത് ഹൃദ്യമായ ആതിഥേയത്വം നൽകിയത് അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. റോമൻ സാമ്രാജ്യത്തിനെതിരെ പടപൊരുതിയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിലാണ് അദ്ദേഹം ഷഹീദായത് എന്ന് ഒക്കെ ചരിത്രമാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന്റെ ഹിബ്റുൽ ഉമ്മ, മുഫസ്സിറുൽ ഉമ്മ എന്നറിയപ്പെട്ട വിശുദ്ധ ഖുർആൻ പരിഭാഷാ വിജ്ഞാനീയത്തിലെ ഗണ്യമായിട്ടുള്ള അനന്യമായ സംഭാവന ചെയ്ത അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഖുർആൻ വ്യാഖ്യാനത്തിലും വിജ്ഞാന മേഖലകളിലും ഒരുപാട് ശ്രമ സംഭാവനകൾ അദ്ദേഹം നടത്തിയിരുന്നു. അതേപോലെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അമവി കാലഘട്ടത്തിലെ ഭരണാധികാരിയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം 2ാം ഉമർ എന്നാണ് അറിയപ്പെട്ടത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. വൃദ്ധാവസ്ഥയിലെ ഖലീഫയായി നീതിയുടെ നിർവഹണം നിർവഹിച്ചു എന്നാണ്. അദ്ദേഹം ചെയ്ത സംഭാവനകളിലെ സാമൂഹ്യ നീതിയും സക്കാത്തിന്റെ സംഭരണ വിതരണത്തിലെ വിപ്ലവം സൃഷ്ടിച്ച ഭരണാധികാരിയായിരുന്നു ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പ്രായാധിക്യത്തിൽ പോലും അദ്ദേഹം ഭരണം നടത്തുന്ന സമയത്ത് സക്കാത്ത് വാങ്ങാൻ ആളുണ്ടായിരുന്നില്ല എന്ന്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു പ്രായാധിക്യമുള്ള വനിതയായിരുന്നു. സഹാബ വനിത. യുദ്ധങ്ങളിൽ നഴ്സിംഗ് നടത്തിയിരുന്ന, പരിക്ക് പറ്റുന്ന സഹാബികൾക്ക് പരിചരണം കൊടുത്തിരുന്ന, ആതുര സേവനത്തിന് ഇറങ്ങിത്തിരിച്ചിരുന്ന, ദഅവത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട, മകനെ ഇസ്ലാമിക ദൗത്യത്തിന് വേണ്ടി സമർപ്പിച്ച ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നിരവധി ചരിത്രങ്ങൾ. പ്രായാധിക്യ സമയത്ത് ഓരോരുത്തരും നിർവഹിച്ച റോളുകൾ ഇസ്ലാമിന്റെ നന്മക്ക് വേണ്ടി, ഇസ്ലാമികമായ ഉത്തരവാദിത്വത്തിന് വേണ്ടി. പ്രായം തടസ്സമല്ല. വിശ്വാസവും സത്യസന്ധതയും ഉണ്ട് എങ്കിൽ ഏത് പ്രായത്തിലും ഇത്തരം കർമ്മങ്ങൾ നിർവഹിക്കാമെന്നതിന്റെ മാതൃക കാണിച്ച മുൻഗാമികളുണ്ട്. മുൻഗാമികളിൽ മാത്രമല്ല, നമ്മളിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ പോലും ഈ അടുത്ത് മരിച്ച സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ആലി ഷെയ്ഖ്, അദ്ദേഹം പ്രായം ചെന്ന അവസ്ഥയിലാണ് മരണപ്പെട്ടത്. യൗവന പ്രായത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അവസാന സമയം വരെ അദ്ദേഹം ഫത്വകൾ നൽകി. വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങൾ, ഹദീസുകളിലും കർമ്മശാസ്ത്രങ്ങളിലും രചനകൾ നടത്തി. ഒരുപാട് സംഭാവനകൾ നടത്തി. അബ്ദുൽ അസീസ് അബ്ദുല്ല ആലു ഷെയ്ഖ് അദ്ദേഹം കണ്ണു കാണാത്ത മനുഷ്യനായിരുന്നു. 3 ദിവസത്തിലിടക്ക് വിശുദ്ധ ഖുർആൻ കംപ്ലീറ്റ് പാരായണം ചെയ്തിരുന്നു എന്നാൽ 3 ദിവസത്തിനിടക്ക് ഖുർആൻ കംപ്ലീറ്റ് പാരായണം ചെയ്യാൻ നമുക്ക് കാഴ്ചയുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, വലിയ കുഴപ്പങ്ങളും പ്രയാസങ്ങളൊന്നുമില്ല. 3 ദിവസം കൊണ്ട് ഒരു പേജെങ്കിലും പാരായണം ചെയ്യാൻ സന്മനസ്സും സന്നദ്ധതയും കാണിക്കുന്ന എത്ര ആളുകൾ നമുക്കിടക്കുണ്ട് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. സുലൈമാൻ അർ-റാജി, സൗദിയിലെ വലിയ സമ്പന്നൻ, ഒരുപാട് നന്മകൾക്ക് നേതൃത്വം കൊടുത്ത മനുഷ്യൻ, നിലക്കാത്ത നന്മകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, 90 വയസ്സോളം എത്തിയിട്ടുള്ള ആ മനുഷ്യൻ 60 മില്യൺ റിയാല് മൂലധന കപ്പാസിറ്റിയുള്ള ആസ്തിയുള്ള അർ-റാജി ബാങ്കിന്റെ, ഇസ്ലാമിക് ബാങ്കിന്റെ ഉടമയാണ്. കൊറോണ കാലത്ത് 170 ദശലക്ഷം റിയാല് സംഭാവന ചെയ്തു. ഫോബ്സ് മാഗസിനിലെ അദ്ദേഹത്തെ ഏറ്റവും മികച്ച 20 സമ്പന്നരിൽ, ധർമ്മിഷ്ഠരായ സമ്പന്നരിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി തെരഞ്ഞെടുത്തു. അൽ ഖസീമിൽ അദ്ദേഹത്തിന്റെ ഒരു തോട്ടമുണ്ട്. 2 ലക്ഷത്തിലധികം ഈത്തപ്പനയുള്ള തോട്ടമാണ്. പ്രതിവർഷം
10,000 ടണ്ണിലധികം ഈത്തപ്പഴം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തോട്ടമാണത്. 45ലധികം ഇനങ്ങൾ ആ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് വഖഫ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വരുമാനം മക്കയിലെയും മദീനയിലെയും ഒക്കെ ഇഫ്താറിന് വേണ്ടി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അബൂ ത്വൽഹത്തുൽ അൻസാരി എന്ന് പറയുന്ന സഹാബി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് നന്മ നേടാൻ സാധ്യമല്ല എന്ന ആയത്ത് അവതരിക്കപ്പെട്ടപ്പോൾ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടി വന്നുകൊണ്ട്, പ്രവാചകരെയും മദീനയുടെ സമീപത്തുള്ള ബൈറൂഹ തോട്ടമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അത് ഞാനിതാ ധർമ്മം ചെയ്യുകയാണ്. അതിൻ്റെ പിന്മുറക്കാരെ ഈ വർത്തമാന കാലത്ത് ജീവിച്ചിരിക്കുന്നവരെയാണ് ഇത്തരം സുലൈമാൻ അർ-റാജി ഈ പ്രായം ചെന്ന അവസ്ഥയിൽ സമ്പത്തിന്റെ ഗണ്യമായ ഭാഗം വഖഫ് ചെയ്യാൻ, എന്നിട്ട് പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള അസറ്റ് നമ്മളൊക്കെ നവീകരണം നടത്തുമ്പോൾ 1 സ്ക്വയർ ഫീറ്റ് 2000 രൂപ നീക്കി വെക്കാൻ പറയുമ്പോൾ, ഒരു 5 സ്ക്വയർ ഫീറ്റ് നീക്കി വെക്കാൻ പറയുമ്പോൾ, പരലോകത്തിന് വേണ്ടി സദഖ ജാരിയക്ക് വേണ്ടി വഖഫ് വിഷയങ്ങളൊക്കെ ചർച്ചയാകുമ്പോൾ പ്രായോഗിക തലത്തിൽ രാജ്യമാരാകാൻ, അബൂ ത്വൽഹ അൻസാരിമാരാകാൻ, അതിൻ്റെ ഒരു ചെറിയ അംശത്തിൽ പങ്കെടുത്ത് മരിച്ചു കഴിഞ്ഞാലും പ്രതിഫല ലബ്ധിയുടെ സാധ്യത ഉപയോഗപ്പെടുത്താൻ നമ്മൾ അവസരം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, സന്നദ്ധത കാണിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ പ്രായം ചെന്ന അവസ്ഥയിൽ ധർമ്മം നിർവഹിക്കുക, കർമ്മം നിർവഹിക്കുക, ഒരുപാട് നന്മകൾ. നമ്മുടെ രാജ്യത്ത് ഗുൽസാർ ആസ്മി എന്ന് പറയുന്ന മനുഷ്യൻ 2023 മരണപ്പെടുകയുണ്ടായി. 1934 ജനിച്ച ഗുൽസാർ ആസ്മി ജീവിതത്തിന്റെ അവസാന സമയത്ത് 87-88 പ്രായമായ സമയത്ത് പോലും ആ മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത് എന്തിനു വേണ്ടിയാ? ഇന്ത്യൻ മുസ്ലിം സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ജംഇയ്യത്ത് ഉലമായെ ഹിന്ദിന്റെ ഭാരവാഹിയും അതിന്റെ ലീഗൽ അഡ്വൈസറും വിവിധ കോടതികളിൽ കയറി ഇറങ്ങിക്കൊണ്ട് പ്രായത്തെ കവച്ചു വെക്കുന്ന കർമ്മം നിർവഹിച്ചത് ആർക്ക് വേണ്ടിയാ? നിരപരാധികളായ യൗവനം മുസ്ലിം യുവാക്കൾ പല ജയിലുകളിലായിട്ട് അകപ്പെട്ടപ്പോൾ, UAPA ചുമത്തപ്പെട്ടപ്പോൾ അവരെ പുറത്തിറക്കാൻ വേണ്ടി നിയമത്തിന്റെ പല പഴുതുകളും പഠിച്ചെടുത്ത് പല കോടതികളും അഡ്വക്കേറ്റ്സിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ഗൈഡ് ലൈൻ നടത്തി നിരന്തരമായ യാത്രകൾ നടത്തി. 2006 ബോംബെ ട്രെയിൻ സ്ഫോടനത്തിൽ പ്രതികളായി പിടിക്കപ്പെട്ട് നിരപരാധികളായ ആളുകൾ 10 വർഷത്തിന് ശേഷം അവരെ കോടതി വെറുതെ വിട്ടു എങ്കിൽ അതിൽ ഗുൽസാർ ആസ്മിയുടെ കയ്യൊപ്പുണ്ടായിരുന്നു. ഗാസിയാബാദിൽ ബസ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ബസ് കത്തിച്ച വിഷയത്തിൽ പിടിക്കപ്പെട്ട് 29 വർഷത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരെ ഈ അടുത്ത് വിടുകയുണ്ടായി. അതിലും ഗുൽസാർ ആസ്മിയുടെ റോൾ ഉണ്ടായിരുന്നു. മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിവിധ കേസുകളിൽ 100ഓളം മുസ്ലിം ചെറുപ്പക്കാർക്ക് ജയിലറയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അതിനുവേണ്ടി കൃത്യമായ കരുക്കൾ നീക്കിയത് പ്രായത്തിന്റെ അവശതയിലെത്തിയിട്ടും ദൗത്യം നിർവഹിച്ച ഗുൽസാർ ആസ്മിയായിരുന്നു. ഇങ്ങനെ ഒരുപാട് ലോകതലത്തിൽ നോക്കിക്കഴിഞ്ഞാലും ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇനി എന്തിനേറെ നമ്മുടെ ഈ കൊച്ചു സ്റ്റേറ്റിലേക്ക് വന്നാൽ വരെ എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകന്റെ പിതാവ് ബഹുമാന്യനായ വിനയത്തിന്റെ പ്രതീകമായിട്ടുള്ള പണ്ഡിത വരേണ്യൻ P. മുഹമ്മദ് കുട്ടശ്ശേരി, അദ്ദേഹത്തിന് 90 വയസ്സായി. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്, മഹാമനീഷിയാണ് അദ്ദേഹം. 24 പുസ്തകങ്ങൾ രചിച്ച പണ്ഡിതനാണ് P. മുഹമ്മദ് കുട്ടശ്ശേരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് ഇസ്ലാമിൻ എന്നാൽ എന്ത് എന്ന പുസ്തകം വായിച്ച് 2 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫറൂഖാബാദിലെ റൗദത്തിന്റെ പ്രിൻസിപ്പളായി റിട്ടയർമെന്റിന് ശേഷം 4 വർഷത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് ഇസ്ലാമിക ചരിത്ര പാതയിലൂടെ 14 നൂറ്റാണ്ട് എന്ന ബൃഹത്തായ എണ്ണമറ്റ പേജുകളുള്ള വലിയൊരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഇപ്പോഴും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രായമായി എന്ന് പറഞ്ഞ് നിസ്സംഗരായി നിൽക്കുകയല്ല, പ്രശ്നക്കാരായി മാറുകയല്ല. പുതിയ കാല ഭാഷയിൽ പറയുന്നത് പോലെ തള്ളലുകൾ നടത്തിക്കൊണ്ട് പ്രായാധിക്യ സമയത്ത് എന്തെങ്കിലുമൊക്കെ നിർവഹിച്ച് അങ്ങനെ പോവുകയല്ല. മറിച്ച് കർമ്മവസന്തം വിരിയിക്കുന്നതിന് വേണ്ടി ആയുസ് ദൈർഘ്യത്തെ ഉപയോഗപ്പെടുത്തുവാൻ തീർച്ചയായും നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരു വിശ്വാസി മരിക്കുന്ന സമയത്ത് ബിഅറഖിൽ ജബീൻ എന്നാൽ നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ കണങ്ങളുമായിട്ടായിരിക്കും. മൗത്തുൽ മുഅ്മിനി ബിഅറഖിൽ ജബീൻ, നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ കണങ്ങളുമായി ഈ ലോകത്തോട് വിട പറയാൻ കഴിയണം. അതിന് പ്രായത്തിന്റെ ഏതവസ്ഥകളെയും ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദി അൻഅമന വഅസ്അദന ബിഹിദായത്തിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് പ്രാവർത്തികമാക്കി അള്ളാഹുവിൻ്റെ അനുഗ്രഹം 2 ലോകത്തും നേടിയെടുക്കുന്ന ഉത്ബുദ്ധരിൽ, സൽക്കർമ്മകാരികളിൽ
പ്രായഭേദമന്യേ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രായത്തിൻ്റെ സായാഹ്ന സമയത്തും നിർവഹിക്കേണ്ട സൽക്കർമ്മങ്ങളെ സംബന്ധിച്ചാണ്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കുടുംബത്തിലും സമൂഹത്തിലും ഈ ദീനിനും ഒക്കെ സഹജീവികൾക്കൊക്കെ വേണ്ടി നിർവഹിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ് പങ്കുവച്ചിട്ടുള്ളത്. നമ്മിൽ പലരും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരാണ്. അള്ളാഹു അത്തരം എഫേർട്സുകളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ പ്രായം ചെന്ന സൽക്കർമ്മകാരികൾക്ക് അള്ളാഹു ആയുഷ് ദൈർഘ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ പ്രായാധിക്യത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും പ്രായം അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പടുവൃദ്ധനാകുക, പടുവൃദ്ധയാകുക എന്ന് നമ്മൾ പറയും. അതിന് അർദലുൽ ഉമർ എന്നാണ് പറയും. അർദലുൽ ഉമർ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. പ്രായാധിക്യവും വിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പരിതസ്ഥിതിയിലേക്ക്, വെറും മറ്റുള്ളവരെ പൂർണ്ണമായ നിസ്സഹായത, പരസഹായം എപ്പോഴും ആവശ്യമുള്ള അവസ്ഥ, ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എല്ലാവർക്കും ഒരു വലിയ ഭാരവും ബാധ്യതയുമായി തീർന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യന്റെ പ്രായമെത്തും. അങ്ങനെ ഒറ്റപ്പെടും. പഴന്തുണി പോലെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയില ആയിത്തീർന്ന് ആരാലും പരിഗണിക്കപ്പെടാത്ത അവസ്ഥ. പരിഗണിച്ചാൽ തന്നെ പ്രത്യക്ഷമായി ചിലതൊക്കെ നിർവഹിച്ചു കൊടുക്കുക, ആത്മാർത്ഥമായി നിർവഹിക്കുന്നതിന് പ്രായാധിക്യത്തിൻ്റെ അങ്ങേ തലകൊണ്ട് പരിചാരകർക്ക് പോലും പ്രയാസമായി തീരുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെയാ കുട്ടികളുടെ വികൃതിയെ നമ്മൾ കുസൃതികളായി കാണുമ്പോൾ പ്രായാധിക്യത്തിൻ്റെ അവശതയിലെത്തിയ ആളുകളുടെ കാര്യങ്ങളെ പലപ്പോഴും അസഹനീയമായി കാണുന്ന അവസ്ഥയുണ്ടാകും. കാരണം കുട്ടികൾ മലമൂത്ര വിസർജനം നടത്തിയാൽ കുട്ടികൾ മിഡ് നൈറ്റിലെ പിന്നെ പാലിന് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണത്തിന് കരഞ്ഞാൽ എടുത്തു കൊടുക്കും. അവർക്ക് വേണ്ടിയിട്ട് എത്ര തവണ വേണമെങ്കിലും അത് ശുചീകരിച്ചു കൊടുക്കും. കാരണം കുട്ടികൾ ഇനിയും വളരാനുണ്ട്. എന്നാൽ പ്രായാധിക്യമുള്ള ആളുകൾ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ പലതും ആവശ്യപ്പെടുമ്പോൾ മടുപ്പുളവാകും. കാരണം പ്രായാധിക്യമുള്ളവർ ഇനി വളരുകയില്ല, അവരങ്ങനെ തളരുകയാണ് എന്ന് അറിയുന്നത് കൊണ്ടുണ്ടാകും. അതേപോലെ മക്കൾക്കിടക്കൊക്കെ കണക്ക് പറയാൻ തുടങ്ങും. ഇനി പെങ്ങളോടെ പോട്ടെ, ജ്യേഷ്ഠൻ്റെ അടുത്ത് പോട്ടെ, ഞാൻ എത്ര കാലമായി ഇങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതിൽ നിന്ന് രക്ഷ തേടണം. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ 70-ാം സൂക്തം, വല്ലാഹു ഖലഖക്കും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, സുമ്മ യതവഫാക്കും, അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, നിങ്ങളിൽ ചില ആളുകൾ പ്രായത്തിന്റെ അങ്ങേ അറ്റത്തിലേക്ക് എത്തിപ്പെടും. ലികൈലാ യഅലമ ബഅദ ഇൽമിൻ ഷൈഅ, എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ഉറ്റാലോചനയോടെ മുന്നിൽ നടന്ന് നിർവഹിച്ചൊരു കാലയളവൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒന്നും മനസ്സിലാകാത്തൊരു കാലത്തിലേക്ക് എത്തും. ഇന്നല്ലാഹ അലീമുൻ ഖദീർ, അള്ളാഹുവാണ് എല്ലാം അറിയുന്നവനും കണക്കാക്കുന്നവനും. അതേപോലെ ഇതേ ആശയത്തിൽ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്ത്, വമിൻകും മൻ യുതവഫാ, നിങ്ങളിൽ ചിലർ മരിച്ചു പിരിയും, വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, ചിലർ പ്രായാധിക്യത്തിലേക്ക് എത്തും. ലിക്കൈല, ഏതാ പ്രായാധിക്യം? ഒന്നാം ഖുത്ബയിൽ സൂചിപ്പിച്ച പ്രായത്തിന്റെ 60, 70, 80, 90 ഒക്കെ എത്തുമ്പോ ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല, അതും വിട്ട് അതിന്റെ അടുത്ത തലത്തിലേക്കാണ്. അതാണ് അർദലുൽ ഉമർ. ലിക്കൈല യഅലമ, ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അൾഷിമേഴ്സിലേക്ക്, ഡിമെൻഷ്യയിലേക്ക്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ഹെൽപ്ലെസ് അറ്റ്മോസ്ഫിയറിലേക്ക്, മിൻ ബഅദി ഇൽമിൻ ഷൈഅ, കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, ഇനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥ. ഉസൈമീൻ റഹ്മത്തുള്ളാഹി വലിയ പണ്ഡിതനാണ്. അദ്ദേഹം അൽ ഹറം, ഈ വാർദ്ധക്യത്തിന്റെ ഈ സ്റ്റേജിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമാണ്. വഹുവ കബീറു സിന്ന്, അത് പ്രായത്തിൽ അങ്ങേ തലയാണ്. യർജഉ മിസ്ല സിബിയാൻ, കുട്ടികളെ പോലെ ആയിത്തീരുകയാണ്, കുട്ടിത്വത്തിലേക്ക് മടക്കപ്പെടുകയാണ്. യാസീനിൽ പറഞ്ഞല്ലോ, വമൻ നുഅമ്മിറുഹു വനുനക്കിസു ഫിൽ ഖൽഖ്, അഥവാ നിങ്ങളൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടിത്വത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. അതേപോലെയാകും യുദൂന അഹ്ലഹും, ആ പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂടെയുള്ളവർക്കൊക്കെ പലപ്പോഴും പ്രയാസവും ഉപദ്രവവും ബുദ്ധിമുട്ടുകളൊക്കെ ആയിത്തീരും. തഇബ, ആ പ്രായത്തിലേക്ക് എത്തിയവരും ക്ഷീണിച്ചു കൊണ്ടിരിക്കും. വഅതഅബഹും, പരിചരിക്കുന്നവരും ക്ഷീണിച്ചു കൊണ്ടിരിക്കും, അവരെയും പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ട് ഹത്ത ഇന്ന അഖസന്നാസ്, വളരെ വേണ്ടപ്പെട്ട ഉടപ്പിറപ്പുകളിൽ പെട്ടവർ തന്നെ, പരിചാരകർ തന്നെ പറഞ്ഞു പോകും, ബിഹി, ആ പ്രായാധിക്യത്തിലെത്തിയ മനുഷ്യനെ കുറിച്ച്, യതമന്ന അൻ യമൂത, ഒന്ന് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്ന്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആ അവസ്ഥയിലേക്ക് ഒന്ന് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്ന അവസ്ഥയിലേക്കുള്ള പടുവാർദ്ധക്യത്തിൽ നിന്ന് രക്ഷ തേടണം. പ്രവാചകൻ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതല്ലാത്ത സമയത്ത് നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ല്, പിശുക്കിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് ശരണം തേടുന്നു. വഅഊദു ബിക മിനൽ ജുബ്ന്, പേടിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ,
അള്ളാഹുവേ, പ്രായം ഈ പറഞ്ഞ പ്രകാരം അങ്ങേയറ്റത്തെ അവശതയിലേക്ക് എത്തുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, പടച്ചറബിനോട് തേടണമെന്നാണ്. ഈ അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തിൽ വഅഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ, ദുനിയാവിന്റെ കുഴപ്പങ്ങളിൽ നിന്ന്, വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും എന്നാണ്. അപ്പോൾ അർദലുൽ ഉമർ ആയത്തിൽ പറഞ്ഞ ഹദീസിലൂടെ പ്രാർത്ഥനയായി പ്രവാചകൻ പഠിപ്പിച്ച പ്രായത്തിന്റെ അങ്ങേയറ്റത്തെ നിസ്സഹായത, അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും, എന്നാൽ അതിൻ്റെ മുമ്പേ ലഭിച്ച പ്രായാധിക്യത്തെ ഒന്നാം ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല രൂപത്തിൽ തൻളീമാക്കി, തർത്തീബാക്കി, ചിട്ടപ്പെടുത്തി നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പ്രായാധിക്യത്തിലേക്ക് പോകുന്ന ആളുകളിൽ ഈ വാർദ്ധക്യത്തെ വികൃതമാക്കി തീർക്കുന്ന ആളുകളുമുണ്ട്, അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളുമുണ്ട്. അതിൻ്റെ പരിഹാരവും പ്രതിരോധവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ഖുതുബയിൽ ആ വിഷയം നമുക്ക് ചർച്ചക്കെടുക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിഅമത്താകുന്ന ആയുസ്സിനെ ഏറ്റവും ഫലപ്രദമായി വിവേകപൂർണ്ണം ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളിൽ, സൽക്കർമ്മകാരികളിൽ, അങ്ങനെയുള്ള മുസ്ലിമീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും ധർമ്മങ്ങളെയും നീ സ്വീകരിക്കണമേ നാഥ. അള്ളാഹുവെ, നീ നൽകിയ ആയുസ് പാരത്രിക ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതിൽ യൗവനവും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും പടച്ചറബ്ബേ, ആ ചോദ്യങ്ങൾക്കെല്ലാം നന്മകൾ നിർവഹിച്ച് ഉത്തരം നിർഭയമായി പങ്കുവെക്കാൻ പറ്റുന്ന വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിലെ പ്രായത്തിന്റെ അവശതയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് നീ ഖൈർ നൽകണമേ നാഥ, ആഫിയത്ത് നൽകണമേ നാഥ. അള്ളാഹുവെ, ജീവിക്കുന്ന കാലയളവ് ആരോഗ്യത്തോടെയുള്ള ആയുസ് ദൈർഘ്യം അനുഗ്രഹമായി അനുവദിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. വലിയ അസുഖങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ രക്ഷയും കാവലും നൽകണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ പ്രായത്തിന്റെ അവശതയിൽ ചികിത്സക്ക് വിധേയമാകുന്ന മാതാപിതാക്കള്, വളരെ വേണ്ടപ്പെട്ടവർ, അവർക്ക് നീ ശമനം നൽകണമേ നാഥ. അള്ളാഹുവെ, മരണപ്പെട്ടവർ മാതാപിതാക്കളിൽ, ബന്ധുമിത്രാദികളിൽ, സഹോദരി സഹോദരന്മാരിൽ അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. ചോളം വയലിൽ വീട്ടിൽ നഫീസ സാഹിബ ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെയും ഒക്കെ ബർസഖിയായ ജീവിതം അല്ലാഹു സ്വർഗീയ അനുഭൂതി ഉള്ളതാക്കി തീർക്കുമാറാകട്ടെ. അങ്ങേയറ്റത്തെ പ്രയാസ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യർ പലസ്തീനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. എല്ലാം ശുഭമായി നമ്മൾ വിചാരിക്കുമല്ല, വലിയ പ്രയാസത്തിലാണ് അവര്. അവിടെ വെള്ളവും മഴയും ഒക്കെയായിട്ട് 30,000 ടെന്റുകൾ വെള്ളം കയറിയിട്ട് അവർ പ്രയാസത്തിലായി. വീണ്ടും പല രൂപത്തിലുള്ള നീക്കുപോക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ സമാധാനം അവർക്ക് നൽകുമാറാകട്ടെ. കൊല്ലപ്പെട്ടവർക്ക് ഷഹാദത്ത് നൽകുമാറാകട്ടെ. അരക്ഷിതമായ സാമൂഹിക സാഹചര്യങ്ങളെ തൊട്ട് അവരെയും നമ്മെയും പടച്ചറബ്ബ് സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر المظلومين في غزة، اللهم انصرهم وساعدهم وارحمهم.